ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോസാച്ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ പുതിയ മൊട്ടുകളും പുതിയ പൂക്കളും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല നല്ല ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ റിസൾട്ടും കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല ഫെർട്ടിലൈസർ നമ്മുടെ റോസാച്ചെടികൾക്കും എല്ലാ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് നമ്മുടെ റോസാച്ചെടിക്ക് കാണാറുണ്ട്, ഏത് ചെടികൾക്കും കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓരോ ഫെർട്ടിലൈസർ ഒഴിക്കുന്നതിൻ്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഓരോ വീഡിയോസിൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചെടികൾക്കും നല്ലപോലെ റോസാപ്പൂക്കൾ ഉണ്ടാകും. ഒരുപാട് പേര് വാട്സപ്പിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ റോസാ ചെടികളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, നമ്മുടെ ആ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക. എൻ്റെ റോസാ ചെടികൾക്കൊന്നും പ്രത്യേകം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ മാറി മാറി നല്ല ഫെർട്ടിലൈസറുകളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഈ റോസാ ചെടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ നേഴ്സറിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസിനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങളും അതുപോലെ തന്നെ നല്ല ജൈവ കീടനാശിനി നമ്മുടെ ഇല മുരടിക്കുന്നതിനും ഇല മഞ്ഞളിക്കുന്നതിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ നല്ല കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ റോസ ചെടികൾക്കെല്ലാം നമ്മുടെ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അത് 5 മില്ലി വേപ്പെണ്ണയും 2-3 തുള്ളി സോപ്പ് ലിക്വിഡും 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്കെല്ലാം വൈകുന്നേരമാണ് ഇത് കൊടുത്തത്. ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷം ഞാനിതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. ഇത് എപ്പോഴും നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ അടക്കി കൊടുക്കണം. എന്നാൽ നമ്മുടെ റോസ് നല്ല ഹെൽത്തി ആയിട്ടും നിറയെ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നു. വേറെ പ്രശ്നങ്ങളും ഇല മുരടിപ്പും മഞ്ഞളിപ്പും ഒന്നും ഇല്ലാതെ റോസം നന്നായിട്ട് വരാൻ സഹായിക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ റോസാ ചെടിയും മറ്റെല്ലാ ചെടിയും പൂക്കാൻ സഹായിക്കുന്ന, നല്ലപോലെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. ധാരാളം NPK അടങ്ങിയ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് പഴം ബാക്കി വന്നിരുന്നത്, കരിഞ്ഞ പഴം ബാക്കി വന്നിട്ട് കറുത്തു പോയ പഴമാണ്. ഒരു 3-4 എണ്ണമാണ്, ചെറിയ പഴമാണ് കേട്ടോ. അതൊരു 3-4 എണ്ണം എടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ മുട്ടത്തോട് നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ എടുക്കരുത്, നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കുന്ന ആ മുട്ടയുടെ തോടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാനൊന്ന് ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കും. കാൽസ്യം കണ്ടന്റ് ഒരുപാടുണ്ട് മുട്ടത്തോടിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ഈ മുട്ടത്തോട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടും സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മുട്ടയുടെ തോട് കേട്ടോ. അപ്പോൾ ഈ പഴവും പഴത്തൊലിയും ഒക്കെ ഒരുപാട് പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയതാണ്. ധാരാളം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വളം തന്നെയാണ് നമ്മുടെ പഴത്തൊലിയും പഴവും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു ഉരുണ്ട ശർക്കരയും കൂടെ, അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കര പീസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 3 ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മാക്സിമം 3 ദിവസം വെച്ചു. 3, 4, 5 ദിവസം വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. നല്ലപോലെ വീര്യം കൂടുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ട് നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാനിതൊരു 3 ദിവസമേ വെക്കുന്നുള്ളൂ. അപ്പം 3 ദിവസം വെച്ചപ്പോൾ തന്നെ ആ പഴമെല്ലാം ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ട് നല്ലതായിട്ട് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ശർക്കര എല്ലാം അലിഞ്ഞിട്ട് നല്ലൊരു പുളിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു എല്ലാ മിശ്രിതവും കൂടി പുളിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ കുറച്ച് ഉടയാത്ത കുറച്ച് പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഓർക്കും ഇതിന് മധുരം ഉണ്ടല്ലോ, ശർക്കരയ്ക്ക് മധുരം ഉണ്ടല്ലോ, അപ്പം ഉറുമ്പ് കയറത്തില്ലെന്ന്. ഒരിക്കലും ഇല്ല. നമ്മൾ നല്ലപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നല്ലപോലെ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അരിച്ചെടുത്തതിന് ശേഷം 4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കുന്നത്. നന്നായിട്ട് അടിച്ച് എടുത്തിട്ട് വേണം ആവശ്യത്തിനായി നമ്മൾ റോസാ ചെടികൾക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും കൊടുക്കാം. പ്രത്യേകിച്ച് റോസ എടുത്ത് പറയുന്ന കാര്യം തന്നെ, എനിക്ക് കുറേ റോസകളുണ്ട്, റോസ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് റോസാ ചെടികൾക്ക് മാത്രം കൊടുക്കണമെന്നല്ല, എല്ലാ ചെടികൾക്കും കൊടുക്കാം. അപ്പോൾ റോസയുടെ ചൂടും ഏത് ചെടികൾക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഇളക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. നല്ലപോലെ പുതിയ തളിർപ്പുകളും മൊട്ടുകളും പൂക്കളും ഒക്കെ ധാരാളം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കൂടുമ്പോൾ നല്ലൊരു ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാറി മാറി നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല വിടരുന്ന പൂക്കൾ, ആരോഗ്യത്തിലുള്ള പൂക്കളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.